الحمد لله الذي بين لنا أفضل المسالك وأحسن الآداب ووفق من شاء من عباده لسلوكها وهو الحكيم الوهاب وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد قال الله تعالى في محكم تنزيله قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون وقال الشاعر إذا كان هذا كافرا جاء ذمه وتبت يداه في الجحيم مخلدا أتى أنه في يوم اثنين دائما يخفف عنه للسرور بأحمدا فما الظن بالعبد الذي طول عمره بأحمد مسرور ومات موحدا ربي وارزقنا زيارته قبل قبض الروح والخرج صل رب العالمين على سيد الكونين والسرج മാനവകുലത്തിന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകി സത്യദീൻ ലോകത്തിനു മുന്നിൽ വിളംബരം ചെയ്ത മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നബിദിനാഘോഷത്തിന്റെ പ്രാമാണികത ഒരൽപ്പം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം പവിത്രവും മഹത്വവുമുള്ള ദിവസമാണ്. ആ കാരണം കൊണ്ട് തന്നെ ആ ദിവസത്തെ ബഹുമാനിക്കലും ആദരിക്കലും പ്രത്യേകിച്ച് ആ ദിവസത്തെ പരിഗണിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കുകയും വേണം. ആ ദിവസത്തിന് പവിത്രതയും പ്രത്യേകതയും ഉണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ് അൻ അബീ ഖതാദത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനി സൗമിൽ ഇത്നൈനി ഫഖാല ഫീ ഉലിതു വഫീഹി ഉൻസില അലയ്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ച വ്യക്തിയോട് നബി തങ്ങൾ ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് എന്നാണ് മറുപടി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച കാരണത്താൽ തിങ്കളാഴ്ച ദിവസത്തിന് മഹത്വമുണ്ടെന്നും പവിത്രമായ സംഭവങ്ങൾ നടന്ന സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും അത് കാരണമായി പവിത്രത ലഭിക്കുന്നുണ്ട് എന്നും ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇമാം മുല്ല അലി അൽ ഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ശ്രേഷ്ഠമാക്കപ്പെട്ട സംഭവങ്ങൾ നടന്ന സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും അത് കാരണമായി ശ്രേഷ്ഠതയുണ്ടെന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും അവിടുത്തേക്ക് ഖുർആനിനെ ഇറക്കപ്പെട്ടതും തിങ്കളാഴ്ച ദിവസമായതിനാൽ ആ ദിവസത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഈ രണ്ട് അനുഗ്രഹങ്ങൾക്ക് പകരമായി നോമ്പനുഷ്ഠിച്ച് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ ദിവസം തിങ്കളാഴ്ച ദിവസം തന്നെയാണ്.
തിരുജന്മം സംഭവിച്ച ദിവസത്തിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ റബീഉൽ അവ്വൽ മാസത്തിന് പവിത്രത ഉണ്ടെന്ന് കൂടെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് മാലിക്കി മദ്ഹബിലെ വലിയ പണ്ഡിതനായ ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ദിവസമാണ് ഞാൻ ജനിച്ചത് എന്ന് പറയുന്നതിലൂടെ റബീഉൽ അവ്വൽ മാസത്തിന്റെ പവിത്രതയിലേക്കും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഒരു ദിവസത്തിന് പവിത്രത ലഭിക്കുന്നതിലൂടെ ആ മാസത്തിന് തന്നെ പവിത്രത ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ റബീഉൽ അവ്വൽ മാസത്തെ ബഹുമാനിക്കലും ആദരിക്കലും നാം ഏവരുടെയും കടമയാണ്. ഇമാം വർഷദീസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നബിദിനത്തിന്റെ രാവിലും പകലിലും ശ്രേഷ്ഠതയുണ്ടെന്നും ഇത് കാലാകാലവും നിലനിൽക്കുന്നതാണെന്നും പ്രത്യേകിച്ച് തിങ്കളാഴ്ചത്തെ ദിവസത്തെ പരിഗണിക്കണമെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ സന്തോഷിക്കലും വലിയ പുണ്യകർമ്മമാണ്. അത് നമ്മുടെ പരലോക ജീവിതത്തിന്റെ നേട്ടം കൈവരിക്കാനും സ്വർഗം പുൽകാനും കാരണമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂ ലഹബ് തിരുജന്മത്തിൽ സന്തോഷിക്കുകയും അതനുസരിച്ച് തിരുജന്മം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച തന്റെ അടിമയായ സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹയെ മോചിപ്പിക്കുകയും ചെയ്ത കാരണത്താൽ തിങ്കളാഴ്ച ദിവസത്തിൽ അബൂ ലഹബിന് നരകശിക്ഷ ലഘൂകരിക്കപ്പെടുകയും ജലം ലഭിക്കുകയും ചെയ്യും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുവൈബത്തിനെ തന്റെ ഉടമയായ അബൂ ലഹബ് മോചിപ്പിക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടുകയും ചെയ്തു. അങ്ങനെ അബൂ ലഹബ് മരണപ്പെട്ടപ്പോൾ അബൂ ലഹബിന്റെ ചില കുടുംബക്കാർ അബൂ ലഹബിനെ സ്വപ്നത്തിൽ ഒരു മോശമായ രീതിയിൽ കാണാനിടയായി. ആ സമയത്ത് അവർ അബൂ ലഹബിനോട് ചോദിച്ചു, നിങ്ങൾ മരണശേഷം എന്താണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ച കാരണത്താൽ എനിക്ക് ജലം പാനീയം ലഭിക്കുന്നു എന്നല്ലാതെ മറ്റൊരു സുഖവും എനിക്കിവിടെ കിട്ടുന്നില്ല എന്നായിരുന്നു അബൂ ലഹബിന്റെ മറുപടി. അബൂ ലഹബിന് ഈ അനുഗ്രഹം ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചത് കൊണ്ടാണെന്ന് ഇമാം ഹളറമി റളിയല്ലാഹു അൻഹു, അതുപോലെ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. വഹാബികളുടെ പൂർവിക നേതാവായ ഇബ്നുൽ ഖയ്യിമും ഇത് തന്നെ പറയുന്നു. തിരുജന്മത്തിൽ സന്തോഷിച്ചതിന് കാഫിറായ അബൂ ലഹബിന് ഈ നേട്ടങ്ങളുണ്ടെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾ എന്തുകൊണ്ടും പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടേണ്ടവരാണെന്ന് വളരെ വ്യക്തമാണ്. ഈ ഒരു ആശയം നിരവധി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അതുപോലെ ഇമാം ഇബ്നു നാസിറുദ്ദീൻ ദിമശ്ഖി റളിയല്ലാഹു അൻഹു പാടുന്നത് കാണുക, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദിമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ أتى أنه في يوم اثنين دائما يخفف عنه للسرور بأحمد. അവിടുന്ന് പറയുന്നു, കാഫിറും നരകത്തിൽ ശാശ്വതനുമായ അബൂ ലഹബിനെ തിരുജന്മത്തിൽ സന്തോഷിച്ച കാരണം കൊണ്ട് തിങ്കളാഴ്ച ദിവസം ശിക്ഷ ലഘൂകരിക്കപ്പെടുകയും ജലം ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തിരുനബി ദിനത്തിൽ സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് നാം എങ്ങനെയാണ് ഭാവിക്കേണ്ടത് എന്നാണ് അവിടുന്ന് പറയുന്നത്. നിരവധി പണ്ഡിതന്മാർ ഈ നൽകിയ വിശദീകരണങ്ങൾ അംഗീകരിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തുദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇമാം ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹു അബൂ ലഹബ് സുവൈബത്തിനെ മോചിപ്പിച്ച സംഭവം വിശദീകരിച്ചതിന് ശേഷം പറയുന്നതായിട്ട് നമുക്ക് കാണാം, കാഫിറും ഖുർആൻ പേരെടുത്തു പറഞ്ഞ് ആക്ഷേപിച്ചവനുമായ അബൂ ലഹബിനെ തിങ്കളാഴ്ച ദിവസത്തിൽ നരകശിക്ഷയിൽ ലഘൂകരണമുണ്ടെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ സന്തോഷിക്കുന്ന മുത്ത് മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗം മാത്രമായിരിക്കണം പ്രതിഫലം. അതുപോലെ തന്നെ റബീഉൽ അവ്വലിലെ ഒരു മുഖ്യമായ ഘടകമാണ് മൗലിദ് സദസ്സ്. ഇമാം ഖുവാറസ്മി റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു പ്രൗഢമായ നബിദിന സംഗമം വിശദീകരിക്കുന്നത് കാണാം. റബീഉൽ അവ്വൽ 11-ന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം ധാരാളം ആളുകൾ തിരുജന്മസ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്നു. റബീഉൽ അവ്വൽ 12-ന് പണ്ഡിതന്മാരും ഫുഖഹാക്കളും അതുപോലെ തന്നെ മുഅദ്ദിനുകളും ഖതീബുമാരും തിരുജന്മസ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള വിളക്കുകളുമായാണ് അവർ അവിടെ ഒരുമിച്ച് കൂടുക. അതിനുശേഷം ഖതീബ് മിമ്പറിൽ കയറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ കുറിച്ച് പറയുകയും അവിടുത്തെ ജന്മസമയത്ത് നടന്ന അത്ഭുതങ്ങളെ കുറിച്ചും അവിടെ കൂടിയ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ വെച്ച് അവർ എല്ലാവരും ധാരാളം നിസ്കരിക്കുകയും സ്വതക്കകൾ ചെയ്യുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും അന്നേ ദിവസം സൽക്കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാവുകയാണ്. ശേഷം റബീഉൽ അവ്വൽ 12-ന് സുബഹി നിസ്കാര ശേഷം വിശുദ്ധ കഅബയുടെ വാതിൽ തുറന്ന് അവിടെ വെച്ച് നിസ്കരിക്കുകയും അതിനുശേഷം തിരുജന്മം നടന്ന സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ ലോകത്ത് എല്ലായിടത്തും നബിദിനം നടന്നു വന്നതിന്റെ പ്രാമാണികതയെ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ്. നാഥനായ റബ്ബ് വിശുദ്ധ റബീഉൽ മാസത്തിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് റബീഅ കൊണ്ട് വിജയിക്കുന്ന സൗഭാഗ്യരിൽ നമ്മ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രവാചക സ്നേഹം കൊണ്ട് സ്വർഗം നേടി എത്രയോ മഹാരഥന്മാർ അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല നാളെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിട. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.